നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് എഴുതാനുള്ളത്. നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കവർ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 2² × 3³ × 5⁴. ബി എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, അത് 2³ × 3² × 5. അങ്ങനെയാണെങ്കിൽ HCF എന്തായിരിക്കും? അപ്പോൾ HCF നമുക്കറിയാം, ലീസ്റ്റ് പവർ ഉള്ളത് മാത്രമേ നമ്മൾ എഴുതുള്ളൂ അല്ലേ. ഇവിടെ നമ്മുടെ 2² ഉണ്ട്, ഇവിടെ 2³ ഉണ്ട്. അപ്പോൾ നമ്മൾ 2² എഴുതും. അതുപോലെ ഇവിടെ 3³ ഉണ്ട്, ഇവിടെ 3² ഉണ്ട്. അപ്പോൾ 3². അതുപോലെ ഇവിടെ 5ൻ്റെ പവർ 4, ഇവിടെ 5⁻1. അപ്പോൾ 5. 2² എന്ന് പറയുന്നത് 4, 3² 9 × 5. അപ്പോൾ 4 × 9 × 5. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180. അപ്പോൾ നമ്മളെപ്പോഴും HCFിൻ്റെ ലീസ്റ്റ് പവറും LCM ആകുമ്പോൾ ഹയസ്റ്റ് പവർ ഉള്ളതാണ് എടുക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ 3 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ HCF കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ HCF കാണാനായിട്ട് ആദ്യത്തേൽ 2³ ഉണ്ട്, 2² ഉണ്ട്, 2⁻4 ആണ്. അപ്പം ലീസ്റ്റ് പവർ എന്ന് പറയുന്നത് 2². ഇവിടെ 3² ഉണ്ട്, 3³ ഉണ്ട്, ഇതിൽ 3 ഉള്ളൂ. അപ്പോൾ പവർ കുറവുള്ളത് 3 ആണ്. പിന്നെ 5 ഉണ്ട്, 5² ഉണ്ട്, 5³ ഉണ്ട്. അപ്പോൾ നമ്മൾ 5 എഴുതി. പിന്നെ ഉള്ളത് 7, പക്ഷെ അത് ഈ ഒരു 3rd നമ്പറിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് കോമൺ അല്ലാത്തത് കൊണ്ട് അത് എഴുതണില്ല. അപ്പോൾ 2² എന്ന് പറയുന്നത് 4 × 3 × 5. അതാണ് ഇതിൻ്റെ HCF എന്ന് പറയുന്നത്. അതായത് 60 ആണ് ഈ 3 നമ്പറുകളുടെ HCF എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ LCM കാണാനുള്ളതാണ്. 2 നമ്പറുകൾ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്ത് തന്ന കാരണം നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുമ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് പവർ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ 2³ ഇവിടെ 2⁻4 ആണ്. അപ്പോൾ നമ്മൾ 2⁻4 എടുത്തു. ഇവിടെ 3 നമുക്ക് എല്ലാതും എടുക്കണം അല്ലേ. 3 × അതുപോലെ 5 × പിന്നെ ഒരു 7 ഉണ്ട്. അപ്പോൾ 2⁻4 × 3 × 5 × 7. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1680 ആണ്. അപ്പോൾ LCMലെ ഗ്രേറ്റസ്റ്റ് പവർ എടുക്കുക, മറ്റേതിൽ നമ്മൾ ലീസ്റ്റ് പവർ ആയിട്ടുള്ളത് എടുക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 നമ്പറുകളുടെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. LCM എന്ന് പറയുന്നത് 162. അതിൽ ഒരു നമ്പർ 54 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് HCF multiplied with LCM is equal to product of the 2 numbers. അപ്പോൾ നമുക്ക് HCF എത്ര തന്നിരിക്കുന്നത്? 27. LCM എത്ര തന്നിട്ടുണ്ട്? 162. നമ്പറുകളുടെ ഏതൊക്കെയാണ്? ഒന്ന് 54 ആണ്. അടുത്ത നമ്പർ നമുക്കറിയില്ല, നമ്മളത് X എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ആദ്യം ഇവിടെ എഴുതേ. 54 × X is equal to 27 multiplied with 162. അപ്പോൾ X is equal to എന്ത് ചെയ്യണം? ഈ HCF മൾട്ടിപ്ലൈഡ് വിത്ത് LCM ഉണ്ടല്ലോ, അതിനെ ഡിവൈഡഡ് ബൈ നമ്മുടെ ഒരു നമ്പർ. ഇതിലേതാണോ ഒന്ന് മിസ്സിങ്, അപ്പോൾ നമ്മൾ അതിനെ X കൊടുത്തിട്ട് അല്ലെങ്കിൽ HCF is equal to LCM ഏത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ Xൻ്റെ വാല്യൂ എന്താ വരിക? Xൻ്റെ വാല്യൂ വരുന്നത് 81 ആണ് വരിക. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 4374 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 54 വിച്ച് ഈസ് ഈക്വൽ ടു 81. അപ്പോൾ ഒരു നമ്പർ 54 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയാണ്? 81 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ that divides 245 and 1029 leaving remainder 5 in each case? അതായത് ഈ 2 നമ്പറിനെയും ഡിവൈഡ് ചെയ്യുന്നതായിരിക്കണം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്ര വേണം? 5 വരണം. അങ്ങനെയുള്ള ഒരു ലാർജസ്റ്റ് നമ്പർ അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്പർ ഏതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 245. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 കിട്ടണം അല്ലേ. അപ്പം നമുക്ക് ആ റിമൈൻഡർ 5 കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്പർ എന്ത് കിട്ടും? 240 അല്ലേ. അതേപോലെ തന്നെ റിമൈൻഡർ 5 വരണം ഏതിൻ്റെ? 1029ൻ്റെ. അതിൻ്റെ റിമൈൻഡർ 5 നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഏതാണ്? 1024. അപ്പോൾ ഈ 2 നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ വരിക? 0 വരിക. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 5 നമ്മളോട് കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ 2 നമ്പറുകളുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ എത്ര വരിക? റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലാർജസ്റ്റ് നമ്പർ ഇത് ഡിവൈഡ് ചെയ്യണത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ എന്താണ് കാണേണ്ടത്? നമ്മൾ കാണേണ്ടത് ഈ 2 നമ്പറുകളുടെ HCF ആണ്. HCF ഓഫ് 240 ആൻഡ് 1029.
24. അപ്പോൾ റിമൈൻഡർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ റിമൈൻഡർ സബ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മുടെ നമ്പർ വരിക. അപ്പോൾ അതിലവിടെ റിമൈൻഡർ 0 വരിക. ഇനി നമ്മൾ ഈ രണ്ട് നമ്പറുകളുടെ HCF കാണാം. അപ്പം 240 ഒന്ന് നിങ്ങൾക്ക് ട്രീ ഡയഗ്രാം വരച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ 240 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2⁴ ഇൻറ്റു 3 ഇൻറ്റു 5. നമ്മൾ ട്രീ ഡയഗ്രാം വരച്ചാൽ മതിട്ടോ. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അതുപോലെ 1024ന് നമുക്ക് വരിക 2⁻10 വരിക. അപ്പോൾ ഇതിൻ്റെ HCF ആണ് കേട്ടോ നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താ വരിക? ഏറ്റവും കുറവുള്ളത് അല്ലേ, 2ൻ്റെ പവർ ഇവിടെ കുറവുള്ളത് 2⁴. 3യും 5 ഇവിടെ കോമൺ അല്ല, അതുകൊണ്ട് അത് എടുക്കണ്ട. 2⁴ എന്ന് പറയുന്നത് എന്താണ്? 16. അപ്പോൾ ഈ രണ്ട് നമ്പറുകൾ, അപ്പം വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് ദീസ് ടു നമ്പേഴ്സ് ആൻഡ് ലീവിങ് റിമൈൻഡർ 5 എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഇനി അടുത്ത പ്രോബ്ലം 1/√2 എന്ത് നമ്പറാണ്? നമുക്കറിയാം ഇറാഷണൽ നമ്പറാണ്, ഇറാഷണൽ. അതേപോലെ തന്നെ 2 + √2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറാഷണൽ ആണ്. ഇനി അടുത്തത് HCFും LCM, നമുക്ക് 3 നമ്പറുകളുടെ HCFും LCMും കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചെറിയ നമ്പറുകളാണ് തന്നിരിക്കണേ. 12 നമുക്ക് എങ്ങനെ എഴുതാം? 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 2 × 3 അല്ലേ, 2 × 2 4, 4 × 3 12. 21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 × 7. 15 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 × 5. അപ്പോൾ ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതുക. HCF എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? കോമൺ ആയിട്ട് ഇവിടെ 3 മാത്രമേ വരുന്നുള്ളൂ. 2 ഈ രണ്ടെണ്ണത്തിലും ഇല്ല, 3 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് HCF എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇനി LCM എന്ന് പറയുമ്പോഴോ, LCM എന്ന് പറയുമ്പോൾ നമുക്ക് 2ൻ്റെ പവർ 2⁴, 3 ഇൻറ്റു അതുപോലെ തന്നെ 5 ഇൻറ്റു 7, 2⁴ ഇൻറ്റു 2⁴ അല്ല കേട്ടോ, 2² ആണ്. ഇത് 2² ആണല്ലോ. 2² ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7. അപ്പോൾ നമുക്കിവിടെ 420 വരും നമ്മുടെ LCM. നമ്മൾ സാധാരണ LCM കാണുന്ന പോലെ തന്നെ HCFും LCMും കാണുന്ന പോലെ നമ്മൾ ചെയ്തു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് സം ഓഫ് എക്സ്പോണൻസ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 196. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? 196ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ വരുന്ന നമ്മൾ ആ 5 എഴുതുമ്പോൾ അറിയുമല്ലോ, 2⁻3 അങ്ങനെ വരുമല്ലോ. അതിൻ്റെ പവറുകൾ നമ്മൾ ആഡ് ചെയ്യുക. അത് എത്ര വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? 196ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാണെന്ന് എഴുതണം അല്ലേ. 196ന് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് 2² ഇൻറ്റു 7². നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ട്രീ ഡയഗ്രാം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. 2² ഇൻറ്റു 7². അപ്പോൾ ഇതിൻ്റെ സം ഓഫ് ദ എക്സ്പോണൻസ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്, ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇതിൻ്റെ എക്സ്പോണൻസ് ഏതാ വരിക? ഇത് രണ്ടും അത് ആഡ് ചെയ്യുക, അതിൻ്റെ സമ്മ് അല്ലേ. അപ്പോൾ 2 + 2 ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ സം ഓഫ് എക്സ്പോണൻസ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു നമ്പറിൻ്റെ 4 ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ തരുന്നത് ഇതേപോലെ നമുക്ക് ഏത് ചോദിച്ചാലും ഈ ഒരു രീതിയിൽ എഴുതാം. അത് രണ്ട് നമ്പറുകളുടെ HCF ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. HCF എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് നമ്പറുകളുടെ എഴുതുക. 135 എന്ന് പറയുമ്പോൾ നമുക്ക് 5 × 3² എന്ന് എഴുതാം. 5 × 3², 3³ ആണ്, 3² അല്ല, 3³ എന്ന് പറയുമ്പം 27 × 5, 135. 225 എന്ന് പറയുന്നത് എന്താണ്? 225 എന്ന് പറയുമ്പോൾ നമുക്ക് 5³ വരും അല്ലേ. 5 × 5 അല്ല, നമുക്ക് ചെയ്തു നോക്കാം. 225ൽ നമുക്ക് 5 ആദ്യം പോവും അല്ലേ. 5 എത്ര പ്രാവശ്യം പോവും? നമുക്ക് 45 ടൈംസ് വരുന്നുണ്ട്. 45 എന്ന് പറയുന്നത് 5 × 9, 9 എന്ന് പറയുന്നത് 3 × 3. അപ്പോൾ 225 എന്ന് പറയുമ്പോൾ നമുക്ക് 5² ഇൻറ്റു 3² എന്ന് വരും. 5² ഇൻറ്റു 3², ഇത് 25 × 9, അതാണ് 225. ഇനി നമുക്കതിൻ്റെ HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 ഒന്നേ ഉള്ളൂ, ഇവിടെ 5² ഉണ്ട്. അപ്പോൾ നമുക്കൊരു 5 മതി. അതേപോലെ തന്നെ ഇവിടെ 3³ ഉണ്ട്, ഇവിടെ 3². അപ്പോൾ നമുക്ക് 3² മതി. 3² 9, 9 5s are 45. അപ്പോൾ 45 ആണ് ഇതിൻ്റെ HCF എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. LCM എന്ന് പറയുന്നത് രണ്ട് നമ്പറുകളുടെ LCM 2400ഉം വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ദെയർ HCF. രണ്ട് നമ്പർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ രണ്ട് നമ്പറുകളുടെ LCM 2400 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും അവരുടെ
എന്ത് HCF ആവാൻ സാധ്യതയില്ലാത്തതെന്ന് 300 400 500 600. അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് HCF എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നമ്പർ കണ്ടുപിടിക്കും. HCFും LCMും നമ്മൾ കാണുമല്ലോ. HCF എന്ന് പറയുന്നത് LCMൻ്റെ എന്താണ്, ഒരു ഫാക്ടർ ആയിരിക്കണം. LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കണം ആര്, ഈ HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ 2400 300 അതിൻ്റെ ഫാക്ടർ അല്ല, 8 3s are 24, 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ അവിടെ ഒരു ഫാക്ടറാണ്. അതുപോലെ 400 6 4s are 24, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അതുപോലെ 600 ആണെങ്കിലോ 6 4s are 24, അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 600ന് 2400 കിട്ടും. പക്ഷേ 500 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വരുമോ? അപ്പോൾ 2400ൻ്റെ ഒരു ഫാക്ടർ അല്ല ആര്, 500. അതുകൊണ്ട് ഇതിൽ ബാക്കി 3 നമുക്ക് ആവാൻ പറ്റും. 500 അതിൻ്റെ HCF ആവാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. LCMൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കണം ആര്, HCF. അപ്പോൾ ഏത് നമ്പറാണ് അതിൽ ഡിവൈഡ് ചെയ്ത് പോവാത്തത് അതായിരിക്കും അവിടെ HCF ആവാൻ ചാൻസ് ഇല്ലാത്തത്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. റേഷ്യോ ഓഫ് HCF ടു LCM ഓഫ് ദ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് ദ ലീസ്റ്റ് പ്രൈം നമ്പർ. ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്, 4. അതുപോലെ തന്നെ ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാ വരിക, ലീസ്റ്റ് പ്രൈം നമ്പർ 2. 1 നമുക്കറിയാം പ്രൈം നമ്പറോ കോമ്പോസിറ്റ് നമ്പറോ അല്ല. അപ്പോൾ 4:2. ഇത് നമ്മൾ വീണ്ടും 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് വരും, 2:1 എന്ന് വരും. ഇവിടെ നമുക്ക് HCF ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആദ്യം നമുക്ക് 2:4 എന്ന് എഴുതേണ്ടത്, HCF ആണല്ലോ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ 2:4, അതായത് 1:2. അപ്പോൾ ഇതല്ല വരിക, നമുക്ക് ഇതാണ് വരിക 1:2. 1:2 ആണ് നമ്മുടെ, അല്ലെങ്കിൽ 2:4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2. നമ്മുടെ റേഷ്യോ എപ്പോഴും സിംപ്ലിഫൈ ചെയ്തിട്ടാണല്ലോ എഴുതുക. അപ്പോൾ LCM വരുന്നത് 2 ആണ്. ഈ രണ്ട് നമ്പറുകളുടെ LCM വരിക 2 ആണ്. 2ഉം 4 ആണ് എന്ത്, കോമ്പോസിറ്റ് നമ്പറും അതുപോലെ തന്നെ ലീസ്റ്റ് പ്രൈം നമ്പർ വരിക. പക്ഷേ LCM വരുന്നത് 2ഉം HCF എന്താണ് 4ഉം ആണ്. അപ്പോൾ റേഷ്യോ വരെ 1:2 ആണ് കേട്ടോ, അല്ലെങ്കിൽ 2:4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:2. അപ്പോൾ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നോക്കിയത്. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കറിയാമല്ലോ. ഇനി കുറച്ചും കൂടി, ഇതിപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ്. ഇനി കുറച്ചും കൂടി വലിയ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്